ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. ISROയുടെ LVM-3 M6 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് രാവിലെ 8:55-നാണ് വിക്ഷേപണം നടന്നത്. LVM-3യുടെ മൂന്നാം വാണിജ്യ വിക്ഷേപണ ദൌത്യമാണിത്. അമേരിക്കൻ കമ്പനി AST സ്പേസ് മൊബൈലിന്റെ ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹത്തെയാണ് ബാഹുബലി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഏറ്റവും കരുത്തുള്ള റോക്കറ്റ് ഈ ദൌത്യത്തിലൂടെ ബഹിരാകാശത്ത് എത്തിച്ചത്. 6100 കിലോഗ്രാമാണ് ഉപഗ്രഹത്തിന്റെ ഭാരം. ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് AST സ്പേസ് മൊബൈൽ. 2 മാസത്തിനിടെയുള്ള LVM-3യുടെ രണ്ടാം വിക്ഷേപണമാണിത്. ഇന്ത്യൻ മണ്ണിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമായ ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2വിനെ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള ഭ്രമണപഥത്തിലെത്തിച്ച LVM-3 M6 വിക്ഷേപണം ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ അഭിമാനകരമായ നാഴികക്കല്ലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിക്ഷേപണ വിജയത്തിൽ ISROയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ബഹിരാകാശ രംഗത്ത് രാജ്യം കൂടുതൽ ഉയരങ്ങൾ കീഴടക്കുന്നതിന്റെയും ആത്മനിർഭർ ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റത്തിന്റെയും പ്രതിഫലനമാണ് ഈ നേട്ടമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചരിത്ര നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച രാജ്യത്തെ കഠിനാധ്വാനികളായ ബഹിരാകാശ ശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും അദ്ദേഹം പ്രശംസിച്ചു. ISROയുടെ ശ്രദ്ധേയമായ വിജയത്തിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അഭിനന്ദനങ്ങൾ അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഹരിയാന സന്ദർശിക്കും. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട സമ്മേളനം, ഹരിയാന പോലീസ് പാസിംഗ് ഔട്ട് പരേഡ്, മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രതിമ അനാച്ഛാദനം ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ ശ്രീ അമിത്ഷാ പങ്കെടുക്കും. പഞ്ച്കുലയിലെ സെക്ടർ 5ലെ ഇന്ദ്രധനുഷ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വീർ ബാൽ ദിവസ് പരിപാടിയിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പങ്കെടുക്കും. യുവപ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനും രാജ്യത്തിന്റെ കായിക ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനുമായുള്ള വേദി സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം ഒരു സമഗ്ര പരിശീലന നയം ആരംഭിച്ചു. മന്ത്രാലയവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങളോടൊപ്പം സ്പോർട്സ് ഭരണം, അനുബന്ധ പ്രൊഫഷണൽ മേഖലകൾ എന്നിവയെക്കുറിച്ചുള്ള അറിവും ഈ സംരംഭം ലഭ്യമാക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇന്ന് ദേശീയ ഉപഭോക്തൃ ദിനം. ഉപഭോക്തൃ അവകാശങ്ങളുടെ പ്രാധാന്യവും ഉപഭോക്തൃ സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുവാനും എല്ലാ വർഷവും ഉപഭോക്തൃ ദിനം ആചരിക്കുന്നു. ഉപഭോക്താക്കൾക്കായി സമഗ്രമായ അവകാശങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് 1986ലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് ഈ ദിവസമാണ്. സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം, അറിയിക്കാനുള്ള അവകാശം, ഉറപ്പു നൽകാനുള്ള അവകാശം, കേൾക്കാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം എന്നിവ നിയമത്തിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നന്നായി വേവിച്ച കോഴിയിറച്ചി മാത്രമേ കഴിക്കാവൂ എന്നും പച്ചമാംസം കൈകാര്യം ചെയ്യുന്നവർ മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. താറാവുകളിലും കോഴികളിലുമാണ് അണുബാധ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷികളെ കൊല്ലുന്നത് ഉൾപ്പെടെയുള്ള നിരീക്ഷണവും നിയന്ത്രണ നടപടികളും ജില്ലാ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ശക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. കരട് പട്ടികയിൽ ഉൾപ്പെടാത്ത AST പട്ടികയിലുള്ളവരും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനായി അപേക്ഷയും സത്യവാങ്മൂലവും നൽകണം. മണ്ഡലപൂജയോടനുബന്ധിച്ച് ശബരിമല ദർശനത്തിന് വിർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗ് എന്നിവയിൽ നിയന്ത്രണം. തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തുന്ന ഈ മാസം 26-ന് 30,000 പേരെയും മണ്ഡലപൂജ നടക്കുന്ന ശനിയാഴ്ച 35,000 പേരെയുമേ വിർച്വൽ ക്യൂ വഴി അനുവദിക്കുകയുള്ളൂ. സ്പോട്ട് ബുക്കിംഗ് 2,000-ആയി നിജപ്പെടുത്തി. മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര ഇന്നലെയാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടത്. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ പ്രാർത്ഥനയിലും സന്തോഷത്തിലും കേരളത്തിലെ ദേവാലയങ്ങൾ. പുൽക്കൂട്ടിൽ പിറന്ന രക്ഷകന്റെ തിരുനാൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് നാടും നഗരവും. ദീപാലങ്കാരങ്ങളും നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ഒരുക്കി പള്ളികൾ ക്രിസ്മസ് ആഘോഷങ്ങളെ വരവേൽക്കുകയാണ്. പ്രധാന പള്ളികളുടെയും സമീപ റോഡുകളുടെയും വർണ്ണാഭമായ അലങ്കാരം നഗരപ്രദേശങ്ങളിൽ ഉത്സവ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. നാളെയാണ് ക്രിസ്തുമസ്. US-ൽ H-1B വർക്ക് വിസ സെലക്ഷൻ പ്രക്രിയയിൽ സമൂലമായ മാറ്റങ്ങൾ പ്രഖ്യാപിച്ച് ട്രംപ് ഭരണകൂടം. ദീർഘകാലമായി നിലനിന്നിരുന്ന റാൻഡം ലോട്ടറിക്ക് പകരം ഉയർന്ന വൈദഗ്ധ്യമുള്ളതും ഉയർന്ന ശമ്പളമുള്ളതുമായ വിദേശ തൊഴിലാളികൾക്ക് മുൻഗണന നൽകുന്ന സംവിധാനത്തിന് തുടക്കം കുറിച്ചു. പ്രശസ്ത സാഹിത്യകാരനും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വിനോദ് കുമാർ ശുക്ലയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചനം രേഖപ്പെടുത്തി. തന്റെ ശക്തമായ രചനകളിലൂടെ ഗദ്യത്തെയും കവിതയെയും ശ്രീ ശുക്ല വളരെയധികം സമ്പന്നമാക്കിയെന്നും അദ്ദേഹത്തിന്റെ വിയോഗം സാഹിത്യലോകത്തിന് നികത്താനാവാത്ത നഷ്ടമാണെന്നും രാഷ്ട്രപതി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.